എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മൾ ഏറെ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു നോട്ടിഫിക്കേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. എല്ലാ ജില്ലകളിലും അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് നമുക്കറിയാം അല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ജില്ലകളിലും ജില്ലാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി നിങ്ങളുടെ എല്ലാം പ്രൊഫൈലുകളിൽ നോട്ടിഫിക്കേഷൻ എത്തും. അപ്പോൾ നമുക്ക് അതിന്റെ കാറ്റഗറി നമ്പർ എന്താണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നോട്ടിഫിക്കേഷൻ ഉള്ളതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ കാറ്റഗറി നമ്പർ എത്ര നോക്കിയേ. കാറ്റഗറി നമ്പർ 571/2025 ആണ് കേട്ടോ. കാറ്റഗറി നമ്പർ എത്ര? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കാറ്റഗറി നമ്പർ 571/2025 ആണ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് നോക്ക്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 23,700 to 52,600 ആണ് പേ സ്കെയിൽ വരുന്നത്. ബേസിക് പേ സ്കെയിൽ എത്ര? 23,700 തുടങ്ങി 52,600 വരെയാണ് നമ്മുടെ ബേസിക് പേ സ്കെയിൽ വരുന്നത്. നമുക്കറിയാം നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ്. അത് കൃത്യമായിട്ട് പറയത്തില്ല, അത് നമുക്കറിയാം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ആ സമയത്ത് ഉള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഒക്കെ പരിഗണിച്ചാണ് വേക്കൻസികൾ ജനറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു ജില്ലാടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കൗണ്ട് ആയിരിക്കും എല്ലാ ജില്ലകളിലും വരുന്നത്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിലൊക്കെ 164ഓളം ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതുപോലെ കൊല്ലത്തും ആ രീതിയിലെല്ലാം പോയിട്ടുണ്ട്. പല ജില്ലകളിലും 100-ലധികം അഡ്വൈസുകൾ ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന് ഇനി 1 വർഷം കൂടി കാലാവധി ഉണ്ട്. മിക്ക സ്ഥലങ്ങളിലും റാങ്ക് ലിസ്റ്റിന് 1 വർഷം കൂടി കാലാവധി ഉണ്ട്. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് ഡീറ്റെയിൽസ് നടന്നതിനെ കുറിച്ചുള്ള ഒരു സെഷൻ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. ആദ്യം നമ്മൾ നമുക്കിപ്പം നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പൊ നോക്കിയേ, എല്ലാ ജില്ലകളിലും വിളിച്ചിട്ടുണ്ട് അല്ലേ. നമ്പർ ഓഫ് വേക്കൻസി ജില്ലാ അടിസ്ഥാനത്തിലാണ്. എല്ലാ ജില്ലകളിലും വേക്കൻസികളുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലായിട്ട് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. ആ ജില്ലകളെ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യണം? ആ സെലക്ട് ചെയ്യുന്നത് നമുക്ക് മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതും നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതാണ്. നോക്കിയേ, അടുത്തത് നോക്കിയേ, മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വരുന്നത്. നമുക്കറിയാം നമുക്ക് പരീക്ഷ നടത്തും. 14 ജില്ലകളിലേക്കും ഒരു പരീക്ഷയായിരിക്കും ഉണ്ടാവുക. ആ ഒരു പരീക്ഷയിൽ നിന്ന് വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകൾ, നിങ്ങൾ ഏത് ജില്ലയാണോ അപ്ലൈ ചെയ്തേക്കുന്നത് ആ ജില്ലയിലേക്കായിരിക്കും നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അത് പ്രകാരം അതിനുശേഷം നമുക്ക് എന്തുണ്ടാവും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് ഇടും. അതിനുശേഷം ഏജ് ലിമിറ്റ് നോക്കിയേ, 18 to 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാ 18 to 36. ഓൺലി കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1989 1/1/2007 മധ്യ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ കാറ്റഗറിക്കാരുടെ കാര്യമാണ് ഇത്. നമുക്ക് നോർമലി അറിയാം 18 to 36 എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ കാറ്റഗറിക്കാർക്കാണ് അറിയാം. SC ST OBC കാറ്റഗറിക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ജനറൽ കാറ്റഗറിക്കാര് 1989 2/1/1989 1/1/2007 ഇടയിൽ ഉള്ള ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 to 36 ആണ്. നമുക്കറിയാം ഏജ് റിലാക്സേഷൻ SC ST വിഭാഗക്കാർക്ക് 5 വർഷമാണ്. അതായത് 41 വയസ്സ് വരെയുള്ള SC ST വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാം OBC കമ്മ്യൂണിറ്റിക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പം 3 വർഷം എന്ന് പറയുമ്പോൾ 39 വയസ്സ് വരെയുള്ള OBC കാറ്റഗറിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഈക്വലന്റ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാ. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഏജ് നമ്മൾ നോക്കി 18 to 36, OBC 39, SC ST 41. നമ്മുടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കി എല്ലാ ജില്ലകളിലും നിയമനം നടക്കും. എല്ലാ ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ. ഏതെങ്കിലും ഒരു ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ജില്ല തീരുമാനിക്കുന്നത് മുൻ വർഷങ്ങളിലേക്ക് ആ ഒരു ഡീറ്റെയിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ട് മതി നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കി വെച്ചേക്കുക കേട്ടോ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 14/1/2026 ആണ് കേട്ടോ. 14/1/2026 ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് കമ്പനി ബോർഡ് LGSനൊക്കെ ശേഷം വരുന്ന ഒരു പുതിയ അവസരമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്.
ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ മുഴുവൻ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നു. SI അടക്കം, അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അടക്കം, കമ്പനി ബോർഡ് LGS അടക്കം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. പരീക്ഷകളുടെ പെരുമഴയാണ് ഇനി വരാൻ പോകുന്നത്. അതിനോടൊപ്പം VFAയുടെ നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പഠനം തന്നെ മതിയാവും VFA പോലുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ 2026 തന്നെ നിങ്ങൾക്കൊരു ജോലി ഉറപ്പിക്കാൻ പറ്റും. ഉറപ്പാണ്. കാരണം അവസരങ്ങൾ ഇഷ്ടം പോലെ വന്നിരിക്കുകയാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നു. നമുക്കറിയാം കമ്പനി ബോർഡ് LGS നല്ല രീതിയിൽ നിയമനം നടക്കുന്ന പോസ്റ്റാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമനം വരും. അതോടൊപ്പം VFAയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പരീക്ഷകളുടെ ചാകര കാലത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പായി ലഭിച്ചിരിക്കും, ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു.